എൻ ഡി എ സീറ്റ് 100 സീറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. 54 സീറ്റുകളിലാണ് മഹാഗഡ്ബന്ധൻ. നേരെ ഇരട്ടി സീറ്റുകളിൽ 100 സീറ്റുകളിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും 100, 122 എന്നുള്ള സംഖ്യയിൽ നിന്ന് 100 സീറ്റുകളിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. 42 സീറ്റുകളിലാണ് BJP ലീഡ് ചെയ്യുന്നത്. JDU 42 സീറ്റുകളിൽ, രണ്ടുപേരും കൂടി മാത്രം 84 സീറ്റുകൾ ലീഡ് ചെയ്യുന്നുണ്ട്. മഹാഗഡ്ബന്ധൻ 54 സീറ്റുകൾ മാത്രമാണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ പോസ്റ്റൽ വോട്ടിന്റെ കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ മാജിക് പോളിൽ 102 സീറ്റുകളിൽ NDA 102 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. ഇന്ത്യ 54 സീറ്റുകളിൽ 102ലേക്ക് ഉയർന്നു, 103ലേക്ക് ഉയർന്നു. ഓരോ നിമിഷവും മാറുന്നു. 103 ഇന്ത്യ സഖ്യം, 54 JSP 2 സീറ്റ്, മറ്റുള്ളവർ 2 എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യത്തിന്റെ മാജിക് പോളിൽ കൃത്യമായിട്ട് NDAയുടെ 103, ഇതാണ് NDA ലീഡ് ചെയ്യുന്ന പ്രദേശങ്ങൾ. 103 എന്നുള്ളതാണ്. ഇത് മുഴുവൻ ഇന്ത്യ സഖ്യത്തിന്റെ ലീഡാണ്. അതിൽ തന്നെ NDAയുടെയാണ്. JDU 44, BJP 43. അതായത് കൃത്യമാണ് അല്ലേ? 44 സീറ്റുകളിൽ ഈക്വൽ പെർഫോമൻസ് ആണ്. അത് മാത്രമല്ല, ഈ സഖ്യകക്ഷികളും അവരൊക്കെ പ്രതീക്ഷിച്ച തലത്തിലേക്ക് പെർഫോമൻസ്. LJP ഏറ്റവും പ്രധാന LJPയുടേതാണ്. 28 സീറ്റുകളിൽ മത്സരിക്കുന്ന LJP ഈ 8 സീറ്റിലും ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. RLM 5, HAMS 3 എന്നുള്ളതാണ്. NDAയുടെ 103ൽ 26 സീറ്റുകൾ ഗെയിനാണ്. കഴിഞ്ഞ തവണ തോറ്റ സ്ഥലങ്ങളിൽ 26 അവർ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് പ്രത്യേകത. NDA 103, ഇന്ത്യ സഖ്യം 55. മഞ്ജുഷ, നമുക്ക് കഴിഞ്ഞ തവണ ഏതൊക്കെ മേഖലയിലാണ് പ്രധാനമായും ഈ കഴിഞ്ഞ തവണത്തെ ഇത്തവണത്തെ വ്യത്യാസം എന്നുകൂടി ഒന്ന് നോക്കാം. കഴിഞ്ഞ തവണത്തെ റിസൾട്ട് ഇങ്ങനെയാണ്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട 2 മേഖലകൾ ഭോജ്പൂരിലും മഗധിലും, ഈ 2 സ്ഥലത്തിലാണ് ഏറ്റവും പ്രധാനമായും ഇന്ത്യ സഖ്യത്തിന് ലീഡ് നേടാൻ കഴിഞ്ഞത്. അത് ഈ മേഖലയാണ് വരുന്നത്. ഇവിടെ ഇന്ത്യ സഖ്യം 93 സീറ്റുകളുള്ളതിൽ 64 സീറ്റുകളിലും കഴിഞ്ഞ തവണ മുന്നേറിയിരുന്നത് ഇന്ത്യ സഖ്യമാണ്. NDAക്ക് 28 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായത്. ഏറ്റവും വലിയ മുന്നേറ്റം ഈ മേഖലയിൽ നിന്നാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. ആ മേഖലയിൽ ഇത്തവണ എങ്ങനെയാണ് ഇതുവരെയുള്ള ഫലസൂചനകൾ എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. ഇത്തവണത്തെ ഫലസൂചനകൾ ഇങ്ങനെയാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു വലിയ ലീഡ് ഇത്തവണ അവർക്ക് നിലനിർത്താൻ കഴിയുന്നില്ല എന്നതുകൂടി കാണണം. NDA സഖ്യത്തിന് 36 സീറ്റുകൾ, ഇന്ത്യ സഖ്യത്തിന് 25. കഴിഞ്ഞ തവണ ഇതിൻ്റെ ഇരട്ടിയിലേറെ സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടിയ മേഖലയാണ് എന്നതുകൂടി ആലോചിക്കണം. ഈ ഭോജ്പൂർ മഗധ് മേഖലയാണ് കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തിന് RJDയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ. ആ ശക്തി കേന്ദ്രങ്ങളിലാണ് RJDക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇത്തവണ അവിടെ വല്ലാതെ പിന്നിൽ പോയിരിക്കുന്നു. ഇന്ത്യ സഖ്യം RJDയും പിന്നിൽ പോയിരിക്കുന്നു. അതോടെ RJDക്ക് 25 സീറ്റുകളുടെ നഷ്ടമാണ് ഈ 2 മേഖലയിൽ മാത്രം. ഭോജ്പൂരിലും മഗധിലും മാത്രമായി ഉണ്ടായിരിക്കുന്നത് 25 സീറ്റുകളുടെ നഷ്ടമാണ്. 19 സീറ്റുകൾ മാത്രമാണ് മുന്നേറാൻ കഴിയുന്നത്. CPI-MLന്റെ ശക്തി കേന്ദ്രമായിരുന്നു ഇത്. അവിടെ CPI-ML കഴിഞ്ഞ തവണ 10 സീറ്റുകൾ നേടിയത് ഈ മേഖലയിലാണ്. ഇത്തവണ അവിടെ 4 സീറ്റുകൾ മാത്രമേ അവർക്ക് മുന്നേറാൻ കഴിയുന്നുള്ളൂ. കോൺഗ്രസ് 9 സീറ്റുകളും കഴിഞ്ഞ തവണ നേടിയതിൽ 9 സീറ്റുകൾ നേടിയത് ഇവിടെ നിന്നാണ്. ഇവിടെ അവർക്ക് ഇത്തവണ 2 സീറ്റുകൾ മാത്രമാണ്. ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ബീഹാറിൽ RJDയുടെ ശക്തി കേന്ദ്രങ്ങൾ, CPI-MLന്റെ ശക്തി കേന്ദ്രങ്ങൾ, ഈ 2 മേഖലകളിലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഭോജ്പൂരിലും മഗധിലുമാണ് ഉണ്ടായിരിക്കുന്നത്. ഭോജ്പൂർ മഗധ് മേഖല എന്ന് പറയുന്നത് ഏകദേശം ഇതാണ്. ഭോജ്പൂർ മഗധ് മേഖല എന്ന് പറയുന്നത് ഈ മേഖലയിലാണ്. UPയുമായി ഒക്കെ അതിർത്തി പങ്കിടുന്ന മേഖല, ജാർഖണ്ഡുമായി അതിർത്തി പങ്കിടുന്ന മേഖല, ഈ മേഖലയിലാണ് കനത്ത തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ എല്ലാ മേഖലകളിലും പിന്നിൽ പോയപ്പോഴും ഈ 2 മേഖലയിലെ മുന്നേറ്റം കൊണ്ടായിരുന്നു പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. 110 സീറ്റിലേക്ക് ഉയർന്നത്. കഴിഞ്ഞ തവണത്തെ ചിത്രവും ഇത്തവണത്തെ ചിത്രവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത രീതിയിൽ 2 പാർട്ടികളുടെ കൂടി കണക്കെടുത്തു കഴിഞ്ഞാൽ ഏകദേശം 41 സീറ്റുകളുടെ പിന്നോക്കാവസ്ഥയാണ്. 41 സീറ്റുകൾ നഷ്ടമായിരിക്കുന്നു. ഈ ഒറ്റ മേഖലയിൽ മാത്രം 41 സീറ്റുകളാണ് ഇന്ത്യ സഖ്യത്തിന് നഷ്ടമായിരിക്കുന്നത്. ഇന്ത്യ സഖ്യം ഏറെ പിന്നിൽ പോയിരിക്കുന്നു അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ എന്ന് വേണം കരുതാൻ. പക്ഷേ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന എനിക്ക് തോന്നുന്നു മറ്റ് മേഖലകളിലൊക്കെ കഴിഞ്ഞ തവണ പിന്നിൽ പോയ മറ്റ് മേഖലകളിൽ ആ തരത്തിലേക്ക് ഇത്തവണ പിന്നിൽ പോയിട്ടുള്ള നമുക്ക് സീമാഞ്ചൽ മേഖല ഒന്ന് പരിശോധിക്കാം. സീമാഞ്ചൽ മേഖലയിൽ മുസ്ലിം വോട്ട് ബാങ്ക് ഒക്കെ നിർണായകമായ AIM ഒക്കെ മത്സരിക്കുന്ന മേഖലയാണ്. അവിടെ ഇത്തവണത്തെ ചിത്രം ഇങ്ങനെയാണ്. ഇന്ത്യ സഖ്യത്തിന് 25 സീറ്റുകൾ, അതിൽ ഇന്ത്യ സഖ്യത്തിന് RJDക്ക് 19 സീറ്റുകളും CPI-ML 4 സീറ്റുകളിലും മുന്നേറുന്നുണ്ട്. അത് സ്വാഭാവികമായും അവിടെ ഒരു കനത്ത തിരിച്ചടി അവർക്ക് ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. അവിടെ NDAക്ക് 13ഉം ഇന്ത്യ സഖ്യത്തിന് 11ഉം ഉണ്ട്. കഴിഞ്ഞ തവണത്തെ ചിത്രം ഇങ്ങനെയാണ്. ഈ മേഖലയിൽ കഴിഞ്ഞ തവണത്തെ ചിത്രത്തെക്കാൾ മെച്ചപ്പെട്ട പ്രകടനം സീമാഞ്ചൽ മേഖലയിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. AIMന് വലിയ തോതിൽ വോട്ട് കട്ടറാവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ 2020 ചിത്രം ഇങ്ങനെയാണ്. 2020 105 എന്നുള്ളത് വലിയ കണക്കാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ എണ്ണൽ തുടങ്ങിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശേഷം വന്ന കണക്കുകൾ കൂടി ചേർത്താണ് 105 സീറ്റുകൾ ലീഡ് ചെയ്യുകയാണ് NDA. വലിയ ലീഡിലേക്ക് NDA പോകുന്നു. അതിൽ തന്നെ BJPയും JDUവും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെ മുന്നേറുമ്പോൾ MGBയിൽ ആകെ
RJD മാത്രമാണ്. ഇന്ത്യ സഖ്യത്തിൽ RJDയുടെ മാത്രം മുന്നേറ്റമാണ്. 39 സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് നിലനിർത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. NDA 107ലേക്ക് ഉയർന്നു. 122ആണ് മാജിക് ഫിഗർ, കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. 107 എത്തിക്കഴിഞ്ഞു. 169 സീറ്റുകളിലെ ലീഡ് വന്നപ്പോൾ തന്നെ 109ലേക്ക് NDA വന്നു കഴിഞ്ഞു. BJP JDU സഖ്യം വന്നു കഴിഞ്ഞു. അതിൽ തന്നെ BJP 46ഉം JDU 48 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. ഏതാണ്ട് തുല്യ രീതിയിൽ തന്നെ അവരുടെ പ്രകടനം പോകുന്നു. അതേസമയം മറുവശത്ത് RJDയുടെ ഒറ്റക്കരുത്തിൽ കോൺഗ്രസിന് ഇതുവരെ ഡബിൾ ഫിഗറിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. 9 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത്. 62 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് വെറും 9 സീറ്റുകളിൽ മാത്രം ലീഡ്. ഇപ്പോൾ ജൻസുരാജ് പാർട്ടി ഇപ്പോഴും 2 സീറ്റിൽ 109 എന്ന രീതിയിലേക്ക് NDAയുടെ ലീഡ് ഉയരുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ ഗെയിൻ ആണ് അവർക്കുണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 20ലധികം സീറ്റുകൾ ഇപ്പോൾ പ്ലസ് ആണ് കാണിക്കുന്നത്. അതേസമയം മറുവശത്ത് മൈനസ് ലോസിലേക്ക് പോവുകയാണ്. MGBയിൽ ഇപ്പോഴും RJD മാത്രമാണ് കഴിഞ്ഞ തവണത്തെ ശക്തി കേന്ദ്രങ്ങൾ നിലനിർത്തുന്നത്. കഴിഞ്ഞ തവണ 15 സീറ്റിന്റെ മാത്രം വ്യത്യാസമായിരുന്നു രണ്ട് മുന്നണികളും തമ്മിൽ. പക്ഷേ ഇത്തവണ വലിയ കുതിപ്പ് തുടക്ക സമയത്ത് NDAക്ക് കിട്ടുന്നു. 110ലേക്ക് ഉയർന്നു. 60, 110, JSP 2 സീറ്റുകളിൽ, മറ്റുള്ളവർ 2. അതിൽ ഒവൈസിയുടെ പാർട്ടി 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ഇന്ത്യ സഖ്യത്തിൽ MGBയിൽ ഇപ്പോഴും കോൺഗ്രസും ഇടത് പാർട്ടികളും, അതിൽ ഇടത് പാർട്ടികൾ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ മുന്നേറുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെ അതേ ലീഡ് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ പിന്നിലാണ് കോൺഗ്രസ് ഇത്തവണ. പക്ഷേ RJD കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തിയേക്കാം, ചിലപ്പോൾ അതിനൊപ്പം എത്തിയേക്കാം. കഴിഞ്ഞ തവണ 75 സീറ്റുകൾ വന്നിരുന്നു. ഇത്തവണ 40 സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. 112 ഇപ്പോഴും NDA, MGB 60 സീറ്റ് എന്ന രീതിയിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 122ലേക്ക് എത്താൻ ഇനി 10 സീറ്റുകളിലെ ലീഡ്. 113 ലീഡായി ഇപ്പോഴും വന്നിട്ടുണ്ട്. NDAയുടെ ലീഡ് 112ലേക്കും 13ലേക്കും എത്തി. 113ലേക്ക് NDAയുടെ ലീഡ്. അതിൽ BJP 49, JDU 50 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. 101 സീറ്റുകളിൽ മത്സരിച്ച JDU ഏതാണ്ട് പകുതി സീറ്റുകളിലായി കഴിഞ്ഞു. 50 സീറ്റുകളിൽ ലീഡ്. RJDയുടെ ലീഡ് 38 സീറ്റായിട്ട് കുറഞ്ഞു. NDA 116ആയി. MGB 58, 116ലേക്ക് NDAയുടെ BJP മുന്നണിയുടെ ലീഡ് കൂടി. 178 സീറ്റുകളുടെ ലീഡ് അറിഞ്ഞപ്പോഴാണ് ഇത്രയും മുന്നേറ്റം. 116. മനു വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പൊതുചിത്രം മാജിക് ഫിഗറിൽ ഒന്ന് കാണിക്കും പൊതുചിത്രം. NDA 116 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. 27 സീറ്റുകളാണ് ഇപ്പോൾ NDAക്ക് കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 116 ഇടത്ത് ജയിക്കുമ്പോൾ അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ അവർക്ക് 27 സീറ്റുകളുടെ അധിക സീറ്റുകളാണ്, അവിടെ അധിക നേട്ടമാണ് കൈവരിക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും 50-50, അതായത് BJPക്കും JDUവിനും ഒരേപോലെ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നു. 101 സീറ്റുകളിൽ ഒരേപോലെ മത്സരിക്കുമ്പോൾ ഒരേപോലെയുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നു. LJPക്ക് 8 സീറ്റ് നേടാൻ കഴിയുന്നു. RLMന് 5 സീറ്റ് നേടാൻ കഴിയുന്നു. ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയ്ക്ക് 3 സീറ്റുകൾ നേടാം. അപ്പം ഘടകകക്ഷികളിൽ നിന്ന് പ്രതീക്ഷിച്ച നേട്ടം അവർക്ക് കൊയ്യാൻ കഴിയുന്നു. BJPക്കും JDUവിനും ഒരേപോലെ ഉള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനും കഴിയുന്നു. അതേസമയം ഇന്ത്യ സഖ്യത്തിൽ സമാനമായ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ 25 സീറ്റുകളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. RJDയുടെ മാത്രം പ്രകടനം 38 സീറ്റുകളിൽ നിൽക്കുന്നു. കോൺഗ്രസിന് ഒന്നും പ്രതീക്ഷിച്ച രീതിയിൽ ചെയ്യാൻ കഴിയുന്നില്ല. ML വിഭാഗം നമ്മളെല്ലാം പ്രഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ അവർക്ക് നേടാൻ കഴിയുന്നു.